അയ്യോ പൊന്ന് പാകിസ്ഥാനെ, ഈ ചൈനയെ കണ്ട് പനിക്കണ്ട. നിങ്ങൾ എന്നൊക്കെ ഇന്ത്യയോട് ഉടക്കിയിട്ടുണ്ടോ, ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ചില്ല, അപ്പോഴെല്ലാം ചൈന സൂത്രത്തിൽ വന്ന് പറയും ഞങ്ങളിതാ നിങ്ങളോടൊപ്പം നിൽക്കാൻ, പിടിച്ചോളാൻ പറയും, അടിച്ചോ എന്ന് പറയും. അടി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചൈന വലിഞ്ഞു കളയും. എത്ര പ്രാവശ്യമാണ് ചൈന നിങ്ങളെ ഇതുപോലെ പറ്റിച്ചത്? സ്വാതന്ത്ര്യം കിട്ടി സോവിയറ്റ് റഷ്യ ഇന്ത്യയെ സഹായിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ തുടങ്ങി. എന്തെല്ലാം രീതിയിലാണ് പാകിസ്ഥാൻ, ചൈന, ബീജിംഗ്, ഇസ്ലാമാബാദ് ബന്ധം കിടക്കുന്നത്. ചൈന എന്നും പാകിസ്ഥാനോട് അടയും ചക്കരയും പോലെ കൂടെ നിൽക്കും. ചൈന അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ തോന്നും അയ്യോ ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന, മതമില്ലാത്ത, ജാതിയില്ലാത്ത, യുക്തിവാദമൊക്കെ പറയുന്ന, അവിടെ മതവും ജാതിയൊക്കെ ഉണ്ട്, അത് വേറെ കഥ, അത് വേറൊരു വീഡിയോ ചെയ്യാം ചൈനയുടെ കാര്യം. പക്ഷേ സ്വാഭാവികമായിട്ട് പുറത്തു നിന്ന് കേൾക്കുന്ന ഒരാളിനൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവിടെ ഇതൊന്നും ഇല്ലല്ലോ. എന്നിട്ടും അവരൊരു മതന്യൂനപക്ഷമായ മുസ്ലിമിനോട് എന്തൊരു സ്നേഹം! ഒരു സ്നേഹവും ഇല്ല. അവിടെ പള്ളി അനുവദിക്കത്തില്ല, മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ചൈനയിലെ മതവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളായിട്ട് പീഡിപ്പിക്കുകയും മുസ്ലിം ജനങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. 1962 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ചൈനയും പാകിസ്ഥാനും കൂടി ഇന്ത്യയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചു. 1963 ആയപ്പോൾ കാശ്മീരിൻ്റെ 2000 ചതുരശ്ര അടി പ്രദേശമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തത്. അതിനു പകരം ലഡാക്കിലെ കുറച്ച് സ്ഥലം ചൈനയ്ക്ക് കൊടുക്കുകയും പാകിസ്ഥാൻ ആദ്യത്തെ കാശ്മീരിലെ ഭാഗം പാകിസ്ഥാൻ കൊടുക്കുകയും ലഡാക്കിലെ സ്ഥലം ചൈനയ്ക്ക് കൊടുക്കുകയും ചെയ്തു. 65 71 ഇന്ത്യ പാക് യുദ്ധത്തിലും ചൈന യുറേനിയം സാങ്കേതികവിദ്യ ഉൾപ്പെടെ പാകിസ്ഥാന് കൊടുത്തു. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അറേബ്യൻ കടൽ വഴി 3000-ഓളം കിലോമീറ്റർ വരുന്ന ഇടനാഴി നിർമ്മിക്കുവാനുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കണം, ഇതെല്ലാം ചൈന ചെയ്യുമ്പോഴും ചൈനയ്ക്ക് ഇന്ത്യയെ പിണക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ അസൂയ ഉണ്ടാവും. കാര്യം 5ാം ലോകശക്തിയായി വളരുന്ന, 4ാമത്തെ സൈനിക ശക്തിയായി വളരുന്ന, ഒരു 2ഓ 3ഓ സ്ഥാനത്തേക്ക് സാമ്പത്തിക രംഗത്ത് ഉയരാൻ നിൽക്കുന്ന, GDP-യിൽ മുന്നോട്ട് പോകുന്ന, ലോകത്തിലെ പ്രധാന രാഷ്ട്രങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഭാരതത്തോട് സ്വാഭാവികമായും ചൈനയ്ക്കൊരു അസൂയയും പ്രശ്നമൊക്കെ ഉണ്ടാകും. പക്ഷെ ചൈനയ്ക്ക് മറ്റൊരു കാര്യം നന്നായി അറിയാം. അതുകൊണ്ട് അവർ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാര്യം അത് എന്താണ്? ഭാരതത്തിലെ 140 കോടി വരുന്ന ജനങ്ങളുടെ ഇടയിലുള്ള വ്യാപാര കാര്യങ്ങളെക്കുറിച്ച് നന്നായി ബോധ്യമുള്ളതാണ്. ചൈനീസ് ഉപകരണങ്ങൾ, ചൈനീസ് ടോയ്സ്, ചൈനയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാകട്ടെ, ധാരാളം ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്ന വലിയ വിപണിയാണ് ഭാരതം. അതിനവർക്ക് നല്ല ബോധ്യമുണ്ട് ചൈനയ്ക്ക്. അതുകൊണ്ടവർ എന്തെല്ലാം പറയുമ്പോഴും, പാകിസ്ഥാനോ മൂട്ടിക്കൊടുത്ത് ബഹളം ഉണ്ടാക്കി സമരം ചെയ്യാനൊക്കെ പറയുമ്പോഴും ഇന്ത്യയെ അങ്ങനെ വല്ലാതെ പിണക്കാൻ ചൈന തയ്യാറാകില്ല. ചരിത്രം മുഴുവൻ പറയുന്നത് അങ്ങനെയാണ്. പഴയ യുദ്ധങ്ങളുടെ കാലഘട്ടം മുഴുവൻ പറയുന്നത് അങ്ങനെയാണ്. തീർച്ചയായും പാകിസ്ഥാൻ ഇത് കണ്ട് കളിക്കരുത്. ഇപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. പക്ഷെ പേടിച്ചെങ്കിലും ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും സഹായമൊക്കെ വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സഹായം വാങ്ങി ചൈന സഹായിക്കുമ്പോൾ തന്നെ ചൈന മറുവശത്ത് ഭാരതത്തിനെ ഭായി എന്ന് പറയുകയും ചെയ്യും. ഇന്ത്യ ചൈന അല്ലെങ്കിൽ ചീന ഭായി എന്ന് പറയുകയും പാകിസ്ഥാൻ അടിയിൽ കൂടെ സഹായിക്കുകയും പരസ്യമായി നന്നായി സഹായിക്കേണ്ട സമയത്ത് ന്യൂട്രൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വികലമായ ഒരു വ്യാപാര തന്ത്രത്തിൽ ചൈന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലയോ പാകിസ്ഥാനെ, നിങ്ങളിതിൽ വീണു പോകരുത്. ചരിത്രം മുഴുവൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ യുദ്ധം ചെയ്തപ്പോഴൊന്നും നിങ്ങൾ വിജയിച്ചിട്ടില്ല. കുരങ്ങനെ കൊണ്ട് കുട്ടിച്ചോറ് വാരും പോലെ നിങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യാനൊക്കെ അവർ പറഞ്ഞു തരും. ഞങ്ങൾ ആണവായുധം തരാം, ഞങ്ങൾ അത് തരാം, പൈസ തരാം, എല്ലാം തരാമെന്ന് പറയും. പക്ഷെ അവരൊന്നും തരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ചൈനയെ വിശ്വസിച്ചുകൊണ്ടുള്ള ഈ പണി ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. അവർ അങ്ങനെ സഹായിക്കുകയൊന്നുമില്ല. ചരിത്രം അതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്തരം ഉമ്മാക്കികളും ബോംബുകളും അണുബോംബും ഒക്കെ കയ്യിൽ വച്ചേക്കുക. ആണവായുധമുണ്ട്, ഇപ്പം റെഡിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പേടിച്ചു തുടങ്ങിയല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞെന്താണ്? നമുക്ക് ഒത്തുതീർപ്പ് കൊണ്ടുവരാം. പ്രധാനമന്ത്രിയുടെ സഹോദരൻ നവാസ് ഷെരീഫ് പറയുന്നത് എന്താണ്? നമുക്ക് ഒത്തുതീർപ്പിലേക്ക് പോകണം, ഭാരതവുമായി ഒരു ചർച്ചയില്ല എന്നുള്ള കാര്യമൊന്നും പറയരുത്, നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കണം, ഒത്തുതീർപ്പ് വേണമെന്നാണ് പറയുന്നത്. അപ്പോഴും ചൈന കുത്തിത്തിരിപ്പുമായിട്ട് ബോർഡറിലുണ്ട്. ലഡാക്കിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിർത്തികളിലും പാകിസ്ഥാൻ്റെ അതിർത്തികളിലും എങ്ങനെയെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചൈന നന്നായി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ആ കെണിയിൽ ദയവായി പാകിസ്ഥാൻ വീണു പോകരുത്. അങ്ങനെ വീണപ്പോഴൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ കൂടെ ഉറ്റ ചങ്ങാതിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയും എന്നാൽ ആപത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ കൈ വലിച്ചു കളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചൈന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കയറി അങ്ങ് വിശ്വസിച്ച് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ധരിച്ചു കളയരുത്. ഭാരതത്തോടുള്ള
അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും കുന്നായ്മ കൊണ്ടും എന്നൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ GDP-യിൽ വരുന്ന ഉയർച്ചയും സൈനിക ശക്തിയാവുന്നതും സാമ്പത്തിക ശക്തിയാവുന്നതും ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ ബഹളമൊക്കെ. പക്ഷെ അപ്പോഴും ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വല്ലാത്തൊരു കളിയായിരിക്കും കളിക്കുന്നത്. പരസ്യമായി വന്ന് അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, രഹസ്യമായി പല സഹായവും ചെയ്യും. ചിലപ്പോൾ ചില പ്രസ്താവനകളൊക്കെ ഇറക്കും. ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണ്, അല്ലെങ്കിൽ ആ ജന്മ സുഹൃത്താണ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കും. വലിയ വായിൽ വർത്തമാനമൊക്കെ പറയും, ചിലപ്പോൾ തള്ളിമറിക്കും. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ഇന്ത്യയോട് പോരാടിയപ്പോഴൊക്കെ തന്നെ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയൊരു യുദ്ധം നയിക്കുവാനുള്ള കോപ്പൊന്നും നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ചൈനയെ വല്ലാണ്ട് അങ്ങോട്ട് വിശ്വസിച്ച് ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ചു കളയാമെന്ന് ഇറങ്ങി പുറപ്പെടരുത്.